റൈറ്റ് സപ്പോർട്ട് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് ഏതൊരു മനുഷ്യനും വാങ്ങിക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഇന്നൊരാളുടെ അടുത്ത് പോകണം എന്ന്, യെസ്, ഇപ്പോൾ മെഡിസിൻസിൻ്റെ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് യെസ് വി ഹാവ് ടു ഗോ ടു എ സൈക്കാട്രിസ്റ്റ്. ഇൽനെസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈക്കോതെറപ്പി കണ്ടക്ട് ചെയ്യുമ്പോൾ ആ തെറപ്പി കൂടെ നമ്മൾ അവരുടെ എയിൽമെൻറ്റ് മാറ്റിയിട്ട് വി ഡോണ്ട് ലീവ് എ വാക്വം ദെയർ. വി ക്രിയേറ്റ് വെൽനെസ്, വി ആഡ് വെൽനെസ് ടു ദാറ്റ് വാക്വം. അപ്പോഴാണത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ലൈഫ് സ്കിൽസ്, അതായത് ജീവിത നിപുണതകൾ എന്ന് പറയും, അത് ഒരാളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. സോ പേരൻസിനെ ഞാൻ കാണുന്നത് കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മെൻറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. സോ പേരൻറ്റിങ്ങിനകത്തിൽ, അതായത് അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസും മറ്റ് ജോബ് സ്ട്രെസ്സും മറ്റ് കാര്യങ്ങളും എല്ലാം അവർ പ്രോപ്പറായിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് എടുത്ത് അവർ സെറ്റിലായിട്ട് വേണം അവരുടെ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ആസ് എ പേഴ്സൺ എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഐ ഹാവ് ദി ഇൻസൈറ്റ് ദറ്റ് ഐ ഹാവ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ. ഐ എം കൺഫ്യൂസ്ഡ്. എനിക്കറിയില്ല ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന്. ഞാൻ ആദ്യം സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, ഞാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, ഞാനൊരു സൈക്കോതെറപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, പിന്നെ അതല്ലാതെ ലൈഫ് കോച്ചസ് ഉണ്ട്, ആ വഴിക്ക് പോകണോ, ഈ തെറപ്പിസ്റ്റും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? There are so many terminologies out there that എനിക്കറിയില്ല ഞാൻ ഏത് വഴിക്കാണ് ആദ്യം തിരിയേണ്ടതെന്ന്. Would you be able to give me some insight on that? സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഡിഫറെൻ്റ് ആണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അതൊരു അക്കാഡമിക് ഡിഗ്രിയാണ്. ദേ വിൽ ഹാവ് എ ഡിഗ്രി ആൻഡ് എ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി ആസ് എ സ്പെഷ്യലൈസേഷൻ, ആൻഡ് they will be doing the procedure called counselling, which is aimed at problem solving mostly, and everything is helping. Okay, every professional is a healing and helping professional only. Clinical psychologist is after your PG you have a medical college degree where you take MPhil in clinical psychology. അതൊരു മെഡിക്കൽ സെറ്റപ്പിൽ തന്നെ ചെയ്യണം, ഒരു ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അക്കാഡമിക് ഡിഗ്രി ഉള്ളപ്പോൾ നമ്മൾ ഒരു ക്ലയൻറ്റിനെ കാണുന്നില്ല. In front of you, you don't see a client. Mattadu, you're on the job. It's an on the job training. It's not classroom. Okay. You're working in a hospital full time and getting trained. So that is when you actually see clients with psychopathology, illnesses. See, not necessarily everybody who would come to me will have a diagnosis. ചിലർക്ക് പ്രോബ്ലം ആയിരിക്കും, ചിലർക്ക് സ്ട്രെസ് ആയിരിക്കും, ചിലർക്കൊരു ഡയഗ്നോസിസ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഇൽനെസ്സസ് ആകാം, പേഴ്സണാലിറ്റി പ്രശ്നങ്ങളാകാം, ഫാമിലി പ്രശ്നങ്ങളാകാം. ഓക്കെ, അപ്പോൾ അത് ആരടുത്ത് പോയാലും പീപ്പിൾ വിൽ റെഫർ ടു ഈച്ച് അതർ. അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ഹെൽപ്പ് എന്താണോ അവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി റെഫർ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു റെസ്പോൺസിബിൾ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്യാട്രിസ്റ്റ് ഇസ് എ മെഡിക്കൽ ഡോക്ടർ. ആഫ്റ്റർ MBBS they will do either MD or DPM, and they are trained psychiatrists. And they focus more on medical treatment. That's pharmacological management. Clinical psychologist would be doing more of diagnostic assessments and psychotherapies. Psychologist will be more focused on counseling procedures. കാരണം നമ്മൾ PG കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തെറപ്പി ഒക്കെ നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് വെൻ യു ആക്ച്വലി സീ എ ക്ലയൻറ്റ് ആൻഡ് ഡു തെറപ്പി ടേക്കിംഗ് 3 months or 6 months, then it's completely different. Plus, for you to start therapy for other people, you need to undergo therapy first. അങ്ങനെ ഒരു പാരാമീറ്റർ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. All of you have to undergo therapy before you clinical psychology training il definitely you have to undergo therapy. Even you should have to. Yes, I have my own therapist. Okay. And monthly or 2 months കൂടുമ്പോൾ ഞാൻ അവരെ കാണും, സംസാരിക്കും. ഇറ്റ്സ് എ മാൻഡേറ്ററി, യു ഷുഡ് ഹാവ് യുവർ ഓൺ തെറപ്പിസ്റ്റ്. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് യെസ് ദർ ഇസ് എ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, അതിനൊരു ക്ലാരിറ്റി കിട്ടി. ഇപ്പോൾ ഒരുപാട് പേര് തെറപ്പിസ്റ്റായിട്ടും ചില സ്പെസിഫിക് ഹീലിംഗ് മെത്തേഡ് പഠിച്ചിട്ട് അവർ ഹീലേഴ്സായിട്ടും അല്ലെങ്കിൽ ലൈഫ് കോച്ചായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കോൺക്ലേവിൽ അതിനെക്കുറിച്ചിട്ടൊരു ഡിബേറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, മിക്ക സൈക്കോളജിസ്റ്റുമാരും അവരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് എടുക്കുന്നുണ്ട്.
ലൈഫ് കോച്ചിൻ്റെ അടുത്തുനിന്നും ഹീലേഴ്സിൻ്റെ അടുത്തുനിന്നും, ബട്ട് ദേ ആർ അൺഏബിൾ ടു ടെൽ പീപ്പിൾ ദാറ്റ് യു നോ ദേ ആർ ടേക്കിംഗ് ഇറ്റ്. അപ്പോൾ ഹെൽപ്പ് സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ട് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് ഏതൊരു മനുഷ്യനും വാങ്ങിക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഇന്നൊരാളുടെ അടുത്ത് പോകണം എന്ന്, യെസ്, ഇപ്പോൾ മെഡിസിൻസിൻ്റെ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് യെസ് വി ഹാവ് ടു ഗോ ടു എ സൈക്കാട്രിസ്റ്റ്. അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അസസ്മെൻറ്റ് നടത്തി വിത്ത് റിപ്പോർട്ട് they need to go to psychiatrist. With the diagnosis they have to go to psychiatrist. അതല്ല ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണ് ഡയറക്റ്റ്ലി വരുന്നതെങ്കിൽ അവർ തന്നെ മെൻഷൻ ചെയ്യും നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, സൈക്കോതെറപ്പി ആവശ്യമാണ് എലോങ് വിത്ത് ദിസ് ടാബ്ലറ്റ്സ് എന്നും പറയും. അതല്ലാതെ ചില പാസ്റ്റ് ട്രോമ ഇതൊന്നും ബിലീവ് ചെയ്യാതെ ചില സംസാരത്തിലൂടെ കോൺവെർസേഷനിലൂടെ ഒക്കെ ഹീൽ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. ചിലവരെ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിലൊരു ഡിഫറൻസസ് കാണുക. അക്കോർഡിംഗ് ടു മീ വാട്ട് ഐ ഫീൽ ഇസ് ഒത്തൻറ്റിക് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഏതൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെയും കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും ദിസ് പേഴ്സൺ റിക്വയർഡ് ഒൺലി ഹീലിംഗ് ഓർ സൈക്കോതെറപ്പി ഓർ ഒൺലി നേരത്തെ പറഞ്ഞതുപോലെ ഇനീഷ്യൽ ആയിട്ടുള്ളൊരു കൗൺസിലിംഗ് ആണോ മെഡിക്കൽ സപ്പോർട്ടാണോ. അപ്പം ഈ റെഫർ ഈച്ച് അതർ, അങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ പോകുന്നത്. എനിക്ക് തോന്നുന്നു റോണിൻ്റെ ഏരിയ യു ഷുഡ് എക്സ്പ്ലെയിൻ എ ലിറ്റിൽ മോർ. പീപ്പിൾ ഡസൻറ്റ് ഹാവ് മച്ച് അവയർനെസ് ഓൺ റീഹാബിലിറ്റേഷൻ സൈക്കോളജി. യു ഷുഡ് സ്പീക്ക് അബൌട്ട് ഇറ്റ്. ആക്ച്വലി ഇതിനകത്തിൽ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നിയമങ്ങളുണ്ട്. മെൻ്റൽ ഹെൽത്ത് ആക്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഇതിനകത്തിലൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നത് ലൈസൻസ്ഡ് സൈക്കോളജിസ്റ്റ് അല്ലാതെ അക്കാഡമിക് സൈക്കോളജിസ്റ്റ്. ഇതിനകത്തിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PWD ആക്ടിനകത്തിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓർ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും അതുപോലെ പതോളജിക്കൽ കണ്ടീഷൻസ് ഇല്ല. ആ കണ്ടീഷൻസ് എന്താണ്? ബേസിക് ഒരു എക്സാമ്പിൾ പറയൂ. ഇപ്പം സ്കിസോഫ്രീനിയ, മൂഡ് ഡിസോർഡേഴ്സ്, ബൈപോളർ ഡിസോർഡർ, അതുപോലെ OCD, ഇതുപോലുള്ള കണ്ടീഷൻസ് ഒക്കെ കൂടുതലും പത്തോളജിക്കൽ കണ്ടീഷൻസിനകത്ത് വരുന്നതാണ്. If you can add something, there is a proper medical coding for this. Yes. Okay, the International Classification of Diseases എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, ICD എന്ന് പറയും. അതിൻ്റെ 10th എഡിഷനാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബുക്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഏകദേശം 100ഓളം ഇൽനെസ്സിനെയാണ് നമ്മൾ പെത്തോളജി എന്ന് പറയുന്നത്. അതൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ഓൾസോ does lot of work in that. Appa since he mentioned RCI, which is Rehabilitation Council of India, a practicing clinician will have a clinician's license number. അത് ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് RCI എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലൈസൻസ് ഉള്ള ആളാണ് പ്രാക്ടീഷണർ. അപ്പം നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കണം, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ലൈസൻസ് നമ്പർ മസ്റ്റാണ്. അതൊക്കെയാണ് ആൾക്കാർ നോക്കേണ്ടത്. പക്ഷേ അല്ലാത്ത കണ്ടീഷൻസ് ഒത്തിരി ഉണ്ട്. ആ പറയുന്ന കണ്ടീഷൻസിനകത്തിലെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഈ പറയുന്നത് പോലെ ഒരു സൈക്കോതെറാപ്പിസ്റ്റിനും കൗൺസിലറിനും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ കൈൻഡ് ഓഫ് മെൻ്റൽ ഹെൽത്ത്, നമുക്ക് മെൻ്റൽ ഇൽനെസ്സും മെൻ്റൽ ഹെൽത്തും വേണേൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. തീർച്ചയായും പെത്തോളജിയും പോസിറ്റീവ് സൈക്കോളജിയും വേറെ വേറെ ആയിട്ട് തന്നെ കാണണം. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ്സും മെൻ്റൽ വെൽനെസ്സും മാനസിക രോഗങ്ങളും മാനസിക ആരോഗ്യവും. അപ്പോൾ മാനസിക ആരോഗ്യം നോക്കാനായിട്ട് സൈക്കോളജിസ്റ്റിനും കൗൺസിലേഴ്സിനും ഒക്കെയാണ്. പക്ഷേ ഇതൊരു രോഗമായി മാറിക്കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ RCI സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും അവരൊക്കെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ പേഴ്സൻ്റെ അടുത്ത് തന്നെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെൻ യു ടോക്ക് അബൌട്ട് മെൻ്റൽ വെൽനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഏരിയാസിൽ എന്താണ് വരുന്നത്? ബിക്കോസ് വെൻ ഐ ഹിയർ ഇറ്റ് pretty much എല്ലാം ഇൽനെസ്സിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി കെയർ. ടെറിഷറി കെയർ നീഡ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ലൈസൻസ് സൈക്യാട്രിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റീഹാബ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകേണ്ടി വരും. പക്ഷേ എല്ലാം ടെറിഷറി കെയർ കേസുകളല്ല. അപ്പോൾ അതിനകത്തിൽ ഈ പറയുന്ന പോലെ കൗൺസിലേഴ്സിനും സൈക്കോളജിസ്റ്റുകൾക്കും സൈക്കോതെറാപ്പിസ്റ്റുകൾക്കും എല്ലാം ലൈസൻസ്ഡ് അല്ലാത്തവർക്കും വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനേ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള 10 ലൈഫ് സ്കിൽസ് ഉണ്ട്. ഓക്കെ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അസർട്ടീവ്നെസ്, എംപതി എന്നൊക്കെ പറഞ്ഞിട്ട് 10 എനിബഡി ക്യാൻ റീഡ് ഓൺ ദാറ്റ്. ഈ 10 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇൽനെസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈക്കോതെറപ്പി കണ്ടക്ട് ചെയ്യുമ്പോൾ
ആ തെറപ്പി കൂടെ നമ്മൾ അവരുടെ എയിൽമെൻറ്റ് മാറ്റിയിട്ട് വി ഡോണ്ട് ലീവ് എ വാക്വം ദെയർ. വി ക്രിയേറ്റ് വെൽനെസ്, വി ആഡ് വെൽനെസ് ടു ദാറ്റ് വാക്വം. അപ്പോഴാണത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ലൈഫ് സ്കിൽസ്, അതായത് ജീവിത നിപുണതകൾ എന്ന് പറയും, അത് ഒരാളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു 8ാം ക്ലാസ് തൊട്ടെങ്കിലും കുട്ടികൾ വായിച്ചു തുടങ്ങണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ടേക്കിംഗ് ഹെൽപ്പ്, എനിക്ക് എപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യം, ഒത്തിരി ദൂരെ നിന്ന് വന്ന് ഒരാളെ കാണുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊരു ഭയങ്കര സ്ട്രഗിളായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാളെ കാണുന്നത് നമുക്കിത് ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാനും നമുക്ക് ആ ഈസി ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യാനും, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല, പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അത് ആ ഹെൽപ്പ് എടുക്കും വേണ്ട ആൾക്കാർ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കുറച്ച് നാളെടുത്തിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആളെ കണ്ടിട്ട് പീപ്പിൾ വിൽ കീപ് ഡോക്ടർ ഷോപ്പിംഗ്. സോ ബേസിക്കലി അവർക്ക് ഹെൽപ്പ് കിട്ടില്ല. It's a very dominant term in our field. ഡോക്ടർ ഷോപ്പിംഗ്. Doctor shopping. You wanted to say something. ആരാണ് അതിൽ ഏറ്റവും നല്ലത്? പിന്നെ നമ്മൾ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു അത്ഭുതം, മിറാക്കിൾ സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആരോടും സംസാരിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, വ്യക്തിക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുകയോ ഈ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ടിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഈ ലൈഫ് സ്കിൽസ് എല്ലാം ഓരോന്ന് അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യണം എന്ന് അവർക്ക് തോന്നണം, അവർക്കിതിൽ കുറവുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചാലും അവർ സ്വയം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്ന ഗോളാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ന കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. എങ്കിൽ പോലും വി കൻ നോട്ട് ഇമ്പോസ് ദാറ്റ്. They should identify that, I need to reach this point എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചാനലിൽ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരുമോ? നൺ ഓഫ് ദ സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, സൈക്കാട്രിസ്റ്റ് നമുക്കൊരു മിറാക്കിൾ സംഭവിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്ത്, ഇത് രണ്ടുപേരും ഒരുമിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോകുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. വൺ ഇമ്പോർട്ടൻറ്റ് ഫെസിറ്റ് പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന ആസ് എ സൊസൈറ്റി ഇസ് നമ്മുടെ ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ. ഹൗ ബിഗ് ഇസ് ദിസ് ജീൻസ് ഓർ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ജെനറ്റിക്സ് എത്ര വലിയൊരു പാർട്ട് പേ ചെയ്യുന്നുണ്ട് ഇൻ അവർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓർ എനിത്തിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു മെൻ്റൽ ഹെൽത്ത്? I would say it's 100%. 100%? That's a lot. Yes. It's 100%. It is. കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ വെറുതെയാണ്. അല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാവ് വെച്ചല്ലേ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വാട്ട് എവർ ജെനറ്റിക് മെറ്റീരിയൽ യു ഹാവ്, അതിനകത്തുള്ള കണ്ടീഷനിങ്ങേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം ഈ ജെനറ്റിക് സ്റ്റഡീസും ആ ന്യൂറോബയോളജിക്കൽ സ്റ്റഡീസൊക്കെ വായിക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെല്ലാവരും വളരെ ഹെൽപ്ലെസ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് ഒരു എക്സാമ്പിൾ അതാ ഞാൻ പറയുന്നത്. ഇപ്പം യു പ്ലാൻ ദിസ് ഷോ, people need to come on time, there has to be electricity, there has to be people to support you, the team, time, everything, things has to work, അല്ലേ? ഇതിലേതിലെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. എനിത്തിങ് ക്യാൻ ഗോ റോങ്. ഇഫ് ദർ കുഡ് ബി an external noise, we'll call it extraneous variable. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, life is what happens to you when you make other plans. Same as mental health. Anybody can get this at any point of time. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഞാണിന്മേൽ ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് തൽക്കാലത്തേക്ക് നോർമലാണെന്നൊക്കെ അസ്യൂം ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് അറ്റ് ദിസ് പോയിന്റ് മിത്ത് ഓഫ് നോർമൽ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഐ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദി ഗാബർമേറ്റ് എന്നോ മറ്റോ ആണ് ഓതറിൻ്റെ പേര്. സോ അതൊരു വളരെ നല്ല റീഡാണ് ഫോർ എനിബഡി ഹൂസ് വാച്ചിങ് ദിസ്. ഐ തിങ്ക് ദേ ഷുഡ് റീഡ് ബുക്സ് ലൈക്ക് ദാറ്റ് ആൻഡ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിതിനകത്തൊരു ബ്രാക്കറ്റ്, ഒരു ഡെഫിനേഷൻ അതിനകത്ത് ആരെയും വെക്കാൻ പറ്റില്ല. ആൻഡ് ഇഫ് പീപ്പിൾ ആസ്ക് ഫോർ ക്വിക്ക് സൊല്യൂഷൻസ്, ഐ ടെൽ ദം യു ഡിഡ്ന്റ് ടേക്ക് അപ്പോയിൻമെൻറ്റ് വിത്ത് എ മജീഷ്യൻ, ക്ലിനിഷ്യൻ. അപ്പോൾ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും, ചിലത് ബ്രീഫ് സൈക്കോതെറപ്പീസും ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ ഒരു കൺഫ്യൂഷൻ ആണെന്നായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങളിത് ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. അതാണ് എത്തിക്കലാണ്. അത് അവർ തന്നെ ചോയ്സസ് അവരുടെ മുന്നിൽ കൊടുക്കണം, അതെടുക്കാൻ അവരെ പ്രാപ്തരാക്കണം. യു നീഡ് ടു എക്വിപ്പ് ദം വിത്ത് നെസസറി സ്കിൽസ് സോ ദാറ്റ് ദേ മേക്ക് ദാറ്റ് ഡിസിഷൻ ഹാപ്പിലി. ആൻഡ്
അതിനെ ഫോളോ ചെയ്ത് വരുന്ന, ഇപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്താൽ, റോൺ ഒരു ഡിസിഷൻ എടുത്താൽ അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അത് അവെയറായിട്ട് നമ്മളെടുത്താൽ യു ആർ ബെറ്റർ പ്രിപ്പയർഡ്. മാം, എനിക്കൊരു ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാം പറഞ്ഞ ശരിയാണ്. കാരണം നമ്മൾ ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ യങ്ങർ ഏജസിലാണ് ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂടുതൽ. ഇവർക്കാണ് അത് ഏറ്റവും ഈസി വർക്ക് ചെയ്യാൻ, എന്ന് വെച്ചാൽ കുട്ടികളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നെന്ന്. അപ്പം ഞാനൊക്കെ പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ടൈമിൽ ഡിസിഷൻ എടുത്തു കുഞ്ഞുങ്ങളിൽ വർക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോബ്ലം നമുക്ക് യങ് ഏജിലാണെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഞങ്ങൾക്കൊരു 1 year തൊട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസ് ആണെങ്കിൽ 1 year തൊട്ട് കണ്ടിന്യൂസ് 6 years ഒക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുട്ടികളുണ്ട്. ഈവൻ ഡൗൺ സിൻഡ്രോം കേസസ് പോലും അവരൊക്കെ നിയർ നോർമൽ IQ-ൽ വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു അത്ഭുതമാണ്. ഇതിനകത്തിൽ വേറൊരു മെഡിക്കേഷൻ ഒരു പോയിന്റ് വരെ ഉള്ളൂ. കൂടുതലും നമുക്ക് ഈ ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അത് അവർക്ക് എന്തെങ്കിലും കോമോർബിഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ആവശ്യം വരുള്ളൂ, എല്ലാത്തിലും അത് വേണമെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റ് മാത്രമൊന്നുമല്ല ആ ഒരു സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന. അവിടെ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, റെമഡിയൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പം അപ്പം ഈ സെറ്റിങ്ങിൽ പലപ്പോഴും പേരൻസ്, ഇപ്പം സപ്പോസ് ഒരു ADHD കണ്ടീഷനാണ്, ADHD കണ്ടീഷനിൽ പേരൻറ്റ് വന്നിട്ട് പറയും ഈ കുട്ടിയെ നമുക്ക് പറ്റുന്നില്ല, എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല, ഫുൾ ബ്ലെയിം ആയിരിക്കും കുട്ടിയിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഇത് ചെയ്യുന്നത്? ഇവർക്ക് ആ പറയുന്നതിന് ഈ ഒരു ആസ്പെക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ, മാം പറഞ്ഞതുപോലെ ഒരു ഏജ് കഴിയുമ്പോൾ മേ ബി ഒരു 20-25 ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, യങ് ഏജിൽ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. ഞങ്ങളത് ഒത്തിരി ചെയ്ത് ഞങ്ങൾക്ക് അനുഭവത്തിലുണ്ട്. ഇത്രയ്ക്കും ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് പേരൻസിനും റിലേറ്റീവ്സിനും വരെ സംശയം തോന്നിയിട്ടുള്ള കുട്ടികളുണ്ട്. ഇത്ര പങ്ക്ച്വലായിട്ട് അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്തിലെ ബയോളജിക്കൽ ആസ്പെക്ട്സ് ആരും മനസ്സിലാക്കുന്നില്ല. കുട്ടി അനുസരണ ഇല്ലാത്തവനാണ്. ഒരുപക്ഷെ പേരൻസിനായിരിക്കും ആ ജീൻ കിട്ടിയിട്ടുള്ളത്. ADHD പേരൻസ് വരുമ്പോൾ അതിനകത്തിൽ ADHD ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് പത്തോളജിക്കൽ സൈഡിലുള്ള ബയോകെമിക്കൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന ADHD ഉണ്ട്, അതല്ലാതെ ഉള്ള ടൈപ്പും ഉണ്ട്. ഇവർക്ക് സെൻസറി ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഈ ഹൈപ്പോ സെൻസിറ്റിവിറ്റി മൂലമാണ് ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത്. ഹൈപ്പോ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഹൈപ്പോ സെൻസിറ്റിവിറ്റി ടു ദ സെൻസ് ഓർഗൻസ്. ലൈക്ക് ദേ ഹാവ് 7. നമുക്ക് പറയുവാണെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളല്ല നമുക്കുള്ളത്. നമുക്ക് 7 ഇന്ദ്രിയങ്ങളുണ്ട്. പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസും വെസ്റ്റിബുലാർ കോക്ലിയർ സെൻസും കൂടെ ഉണ്ട്. 6th and 7th സെൻസ് ഉണ്ട്. പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസാണ് നമ്മുടെ ബോഡി അവയർനെസ് നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് അതുള്ളത് കൊണ്ട്, നമുക്ക് ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് മേ ബി ഇടയ്ക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പല്ല് പറിക്കാൻ പോയി ഇഞ്ചക്ഷൻ എടുത്തു, അപ്പോൾ നമ്മൾ ഫുൾ ടൈം നമ്മൾ അവിടെ തൊട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാക്ക് ഫുൾ ടൈം അവിടെ ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു കിടന്ന് ഉറങ്ങി കൈ ഒന്ന് മരവിച്ചു, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെ, അത് നോർമൽ ആവുന്നിടം വരെ നമ്മുടെ ശ്രദ്ധ അവിടെ ആയിരിക്കും. അപ്പം സീക്കിംഗ് ആണ്, സെൻസറി സീക്കിംഗ്. അപ്പം ഈ പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അവയർനെസ് നമുക്ക് കുറയുമ്പോൾ അത് നമുക്ക് തിരിച്ച് നേടാൻ ശ്രമിക്കും. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും ഇതേ പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ തിരിച്ച് നേടാൻ ശ്രമിക്കുന്ന, ഇപ്പോൾ എപ്പോഴും നമ്മുടെ മസിൽസ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അടങ്ങിയിരുന്നാൽ ഈ കുട്ടികൾക്ക് അൺഈസിനെസ്സാണ്. അന്നേരമാണ് ഇവർ ഓടി നടക്കുമ്പോൾ ആശ്വാസമുണ്ട്. അപ്പം നമ്മൾ പറയാൻ അനുസരണ ഇല്ലാത്ത കുട്ടി, അവൻ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബിഹേവിയറൽ ഇഷ്യൂ ആണ്, നമ്മൾ ലേബൽ ചെയ്യും. പ്രഷർ കുക്കർ റിലീസിങ് ത്രൂ ദ വിസിൽ. സജഷൻ ക്ലാസ് റൂമിൽ കുട്ടികളെ ഒന്ന് ഇടയ്ക്കൊന്ന് എണീറ്റിക്കാൻ സമ്മതിക്കണം, ഒന്നൊരു റൗണ്ട് നടന്ന് വരാൻ സമ്മതിക്കണം ADHD കുട്ടികളെ. അപ്പോൾ വിൽ ബി മച്ച് ഈസിയർ ടു മാനേജ് ദാൻ ബ്ലെയിമിങ് ദെം ഓർ ബ്ലെയിമിങ് ദെയർ പേരൻസ് ഓർ ടെല്ലിങ് ദാറ്റ് അവർക്ക് മടിയാണ്, കുറുമ്പാണ്. അത് ഭയങ്കര കഷ്ടമാണ് ഇൻ ലോങ് ടേം. നമ്മൾ പ്രോപ്പറായിട്ട് ലോങ് ടേം മാനിഫെസ്റ്റ് ആവുന്ന വേറെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ആയിട്ടാണ്. അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും, ഇഷ്യൂസ് ആയിട്ട് മാറാം. ആഡിങ് ടു ദിസ്, ഒരു 2nd സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് നമ്മളൊരു കുട്ടിക്ക് ADHD ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് പാരൻസിനോട് കൺഫ്രണ്ട് ചെയ്യുകയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ദേ വർ നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ ആ കുട്ടിക്കൊരു ഇപ്പോൾ ദർ ഇസ് എ ഡിഗ്രി, ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു ഡിഗ്രി ഉണ്ട്, ഏത് ലെവലിലാണ് ഒരു മെഡിക്കൽ സപ്പോർട്ട് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻ്റർവെൻഷൻ വേണ്ടത്, ഒരു കൗൺസിലറിൻ്റെ അപ്രോച്ച് വേണ്ടത് എന്നൊക്കെ. ആ കുട്ടിക്കൊരു മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഡിനൈ ചെയ്തു. കുട്ടിയൊരു 9th സ്റ്റാൻഡേർഡിലേക്ക് എത്തി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ വിളിച്ചേക്കാണ് സൈക്കോളജിസ്റ്റുമാരും ആ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, അവിടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വിളിച്ചിട്ട് പേരൻസിന് എന്തോ ഒരു ഫൈറ്റ് വന്നപ്പോൾ ഈ കുട്ടി വളരെ ബ്രൂട്ടലായിട്ട് ഫാദറിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു. അപ്പോൾ പലപ്പോഴും നമ്മൾ ADHD ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറാണ്, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കുറുമ്പ് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വിടും. പക്ഷെ അങ്ങനെ മാറ്റിവിടേണ്ട ഒന്നല്ല. ദർ ആർ റിസർച്ച് സ്റ്റഡീസ്, ADHD ഉള്ള കുട്ടികൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ പലതരത്തിലുള്ള ബിഹേവിയറൽ അഡിക്ഷൻസിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് പോവാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലത്തുള്ള ബിഹേവിയറൽ ഡിസോർഡേഴ്സിലേക്ക് പോവാറുമുണ്ട്. അപ്പോൾ ഏതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ പോലും അതിനെ ഒരു മൈന്യൂട്ടായിട്ട് കാണാതെ അതിന് വേണ്ടത്ര പരിഗണനയും കെയറും കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഒരേപോലെ ശ്രമിക്കേണ്ട ഒന്നാണ്. ഇതിനകത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിനെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റണം. അതായത് ADHDക്ക് അകത്ത് തന്നെ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത്. അതിനകത്തിൽ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് മൂലമുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പേരൻ്റൽ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്ത് വേണം നമ്മൾ കുട്ടികളുടെ ഇതിനകത്തോട്ട് കടക്കാൻ. പേരൻ്റൽ മാനേജ്മെൻറ്റ് അവിടെ പ്രോപ്പറായിട്ട് ചെയ്യാതെ, അവർക്ക് കൊടുക്കേണ്ട തെറാപ്യൂട്ടിക് സപ്പോർട്ട് കൊടുക്കാതെ, അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി അവിടെ കൊടുക്കാതെ കുട്ടികളുടെ കംപ്ലയിൻ്റ് ആണെന്നും പറഞ്ഞ് പേരൻസ് വരുമ്പോൾ നമുക്കവിടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഡെഫിനറ്റായിട്ടും പേരൻസ് എടുക്കേണ്ട കൈൻഡ് ഓഫ്, അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റി, ജസ്റ്റ് ഒരു കുഞ്ഞുണ്ടായെന്ന് വെച്ചാൽ ഒരാൾ പേരൻ്റ് ആവുകയില്ല. അവർക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ പേരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണ്, കുട്ടികൾക്ക് പേരൻ്റ് അടുത്തു നിന്ന് കിട്ടേണ്ട ആശ്വാസവും കരുതലും കിട്ടുന്നുണ്ടോ, സേഫ്റ്റി കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ടൈം ആവശ്യത്തിന് പേരൻ്റ് കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ. കാരണം നമുക്കൊരു ഏജ് വരെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ പഠിക്കാനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും അവർ പോകും. അപ്പോൾ ആ ടൈമിൽ ആവശ്യത്തിന് ടൈം കുട്ടികൾക്ക് പേരൻറ്റിൻ്റെ കിട്ടുന്നുണ്ടോ, ഇതെല്ലാം മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പതോളജിക്കൽ സൈഡിൽ ഉള്ളതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സോഷ്യൽ ആണെങ്കിലും എൻവിറോൺമെൻറ്റ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു ADHD സ്വഭാവം ഒരു കുട്ടിയിലേക്ക് എത്തിക്കുന്നത് ദീസ് ആർ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന ഒരു ലെവലാണ് ബ്രെയിൻ്റെ രാസവസ്തുക്കളുടെ വ്യതിയാനം ഇതിനൊരു മറ്റൊരു കാരണമാണ്. അപ്പോൾ ഇതിലെവിടെയാണ് തിരുത്തേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ദർ ഇസ് ദ റൂട്ട് എന്നുള്ളതാണ്. ദാറ്റ് ബ്രിങ്സ് us to a whole new area of relationships. അതിലേക്ക് ഞാൻ കടക്കുന്നേയില്ല, ബിക്കോസ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ എസ്പെഷ്യലി റൊമാൻറ്റിക് ഓർ between two genders or same sex ആണെങ്കിൽ പോലും the relationships is a huge area to cover. But going to the specific issue, എത്രയോ പേഷ്യൻസിനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ടോ ദാറ്റ് women are probably more forthcoming when it comes to mental health, അല്ലെങ്കിൽ ആണുങ്ങളാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള, ഈവൻ ആസ് പേരൻസ് പാരൻ്റൽ റോളിലാണെങ്കിൽ പോലും ഹൗ ഡു യു ഫീൽ ദിസ് ജെൻഡർ ഡിഫറൻസ് കമ്മിങ് ടു യു? റിലേഷൻഷിപ്പ് ഇഷ്യൂസിനകത്തിൽ എനിക്ക് തോന്നുന്നു നൗഡേയ്സ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആക്റ്റീവ് ആയപ്പോഴത്തേക്ക് ആണുങ്ങൾ കുറച്ചുകൂടെ കാണുന്നുണ്ട്. കാരണം ഫിസിക്കലി എത്തണ്ടല്ലോ, ആരും കാണുന്നില്ല. ഇൻ ദ പ്രൈവസി ഓഫ് യുവർ റൂം യു ക്യാൻ കൺസൾട്ട്. എനിക്ക് ചില കേസുകൾ വരുന്നത് ആക്ച്വലി അവരുടെ കാറിൽ ഇരുന്നുകൊണ്ടായിരിക്കും സെഷൻ, വീട്ടിൽ പോകുന്നതിന് മുമ്പ് ജോബ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കാറിൽ ഇരുന്നാണ് ഇവർ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഇഷ്യൂസ് ഉണ്ട്, നന്നായിട്ട് ഇഷ്യൂസ് ഉണ്ട്. റോസ്മാൻ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾക്കും നന്നായിട്ടുണ്ട്. പക്ഷേ പണ്ടത്തേതുപോലെ ആരും അറിയാതെ ഓൺലൈൻ സെഷൻസിൽ ഇപ്പം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഞങ്ങളുടെ ഒരു വെർച്വൽ തെറപ്പി ക്ലിനിക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് ലഭിക്കുന്നതും ഓൺലൈനിലാണ്. അപ്പം നമുക്കിപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് കിട്ടുന്നത് മെയിലാണ്. അത് പൊതുവേ ആളുകൾ എങ്ങനെയാണ് അവർക്കൊക്കെ എന്ന് എനിക്കറിയില്ല. പക്ഷേ അക്കോർഡിംഗ് ടു നമ്മുടെ ഒരു പ്രൊഫഷനിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം ധന്യയുടെ ചോദ്യത്തിന് ശേഷം ഞാനൊന്ന് പോയി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലയൻസിൻ്റെ എണ്ണം പുരുഷന്മാരാണ്. How about you, Zaileshia? I have genuinely found no difference. It's men and women equally. Okay. എനിക്ക് അതിനകത്തൊരു വ്യത്യാസം നമ്പറിൽ ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്ക് അതില്ല. ഐ തിങ്ക്
ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഇപ്പം ചില തെറപ്പീസിലൊക്കെ എഡ്യൂക്കേഷൻ ഒരു ഫാക്ടറാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ചില തെറപ്പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് CBT is the best example for that. അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ അതിനകത്തൊരു ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻസൈറ്റ് ഉള്ള അല്ലെങ്കിൽ റിസപ്റ്റിവിറ്റി ഉള്ള കാര്യങ്ങളെപ്പറ്റി ബോധ്യമുള്ള, എനിക്ക് മാറണമെന്ന ആഗ്രഹമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഈക്വലി ഹെൽപ്പ് എടുക്കുന്നതായിട്ടാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ. പിന്നെ കാര്യങ്ങളെ സമീപിക്കുന്നത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ അവർ വളർന്നു വരുന്ന എൻവയോൺമെൻറ്റിൽ ഇതിനൊക്കെ എന്താണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ പേരൻറ്റിങ്ങിൽ കൂടെ അവർക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് അവർ ഹെൽപ്പ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് പല്ലുവേദനയാണെന്ന് പറഞ്ഞാൽ ഉടനെ അക്നോളജ് ചെയ്ത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. എനിക്കിങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് വരുന്നു, തോന്നല, നോബഡി അക്നോളജസ്, മനസ്സിലായോ? അയ്യോ എന്ത് നെഗറ്റീവ് തോട്ടാണ്, ഫർദർ പറയൂ, എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ കാണാമെന്ന് പറയുന്ന ഒരു പേരൻറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ ഇൻ ദാറ്റ് വേ ദ എൻവയോൺമെൻറ്റ് വെയർ യു ആർ brought up will make a decision whether you will take help or not, is what I have seen. ഇത് ബുക്കിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് ക്ലിനിക്കൽ ഇതിൽ മാത്രമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സബ്ജക്റ്റ് ഇസ് വെരി വാസ്റ്റ്. അതിൽ ഓരോരോ ഏരിയസിലേക്ക് കടക്കണമെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് കോൺവെർസേഷൻ തന്നെ വേണം. ആസ് എ റാപ്പ് അപ്പ്, എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ സെൽഫ് റിയലൈസേഷൻ ഓഫ് സോർട്സ്? എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം ആസ് എ റിസൾട്ട് ഓഫ് ബീയിങ് ഇൻ ദിസ് പ്രൊഫഷൻ, ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ഹാവ് സ്പോക്കൺ ടു യുവർ തെറപ്പിസ്റ്റ് ആൻഡ് യു ഹാവ് കെപ്റ്റ് വിത്ത് യു? അത് നിങ്ങളുടെ മെൻറ്റർ ആവാം, നിങ്ങളുടെ തെറപ്പിസ്റ്റ് ആവാം, ദാറ്റ് യു ഹാവ് കെപ്റ്റ് വിത്തിൻ യു, ദാറ്റ് യു ഹോൾഡ് ടു ദിസ് ഡേ, ദാറ്റ് ദിസ് ഇസ് ഹൗ ഐ അപ്രോച്ച് മൈ പേഷ്യൻസ്. അപ്പോൾ അതൊരു ഈ രണ്ട് ലെസൺസ് എന്താണ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യും. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുട്ടികളിലാണ്, നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, കാനഡയൊക്കെ ഇന്ത്യൻസ് അവിടെ വരുമ്പം അവരുടെ പേരൻസിനെ അല്ല അവർ കാണുന്നത്, അവർ വളർത്തുന്ന കുട്ടികളെയാണ് കാനഡയ്ക്ക് വേണ്ടത്, ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരുടെ. കാരണം അവരാണ് റിയൽ കനേഡിയൻസ് ആയിട്ട് വളരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ നാട്ടിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾ നാടിൻ്റെ അസറ്റാണ് എന്നൊരു ചിന്ത കുറവാണ്. അത് പുതിയൊരു തോട്ട് പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിനകത്തിൽ നാളെ അഡൽട്സ് ആകേണ്ട ഈ കുട്ടികളെ ഇപ്പോഴേ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ അവർ കേപ്പബിൾ ആയിരിക്കും. സോ പേരൻസിനെ ഞാൻ കാണുന്നത് കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മെൻറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. സോ പേരൻറ്റിങ്ങിനകത്തിൽ, അതായത് അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസും മറ്റ് ജോബ് സ്ട്രെസ്സും മറ്റ് കാര്യങ്ങളും എല്ലാം അവർ പ്രോപ്പറായിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് എടുത്ത് അവർ സെറ്റിലായിട്ട് വേണം അവരുടെ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ അടുത്ത് നമ്മൾ ഇടപെടുന്ന സമയത്ത്, ഇപ്പം നമ്മളുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു, അന്നേരം നമ്മൾ അവരോട് ഒരു റെസ്പെക്റ്റോടെ ആയിരിക്കും സംസാരിക്കുക. അപ്പം നമുക്ക് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പം നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുണ്ടായിട്ടുണ്ട് എന്നേ നമ്മൾ പറയുള്ളൂ, അല്ലാതെ നിങ്ങൾ ആ തെറ്റ് ചെയ്തു നമ്മൾ പറയില്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വന്തം കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അവരെ എങ്ങനെയും വഴക്ക് പറയാനോ അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അമിതമായിട്ടെടുത്ത് ചെയ്യാൻ പാടില്ല. ആ പ്രാക്ടീസ് നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളീസ് മാറ്റണം. കുട്ടികളോടൊരു റെസ്പെക്റ്റോടെ ഇടപെടുക. പലപ്പോഴും നമ്മൾക്ക് കുട്ടികളുടെ ഭാഗത്തു നിന്ന് അറഗൻസ് എന്ന് തോന്നുന്ന പല കാരണങ്ങളിലും കുട്ടികൾ ആങ്ഷ്യസ് ആയിരിക്കും. നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് അവർ അറഗൻ്റ് ആണെന്നുള്ളത്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള ആ കൈൻഡ് ഓഫ് അറഗൻസ് കാര്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു പേരൻ്റ് എടുത്ത് ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയിരിക്കുന്ന കാര്യം. Zaileshia? I was contemplating. Self-realization is never to force anything onto the client. And നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ കൂടെയോ അസസ്മെൻറ്റിൽ കൂടെയോ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കില്ല അവരുടെ പ്രയോറിറ്റി. സോ വി നീഡ് ടു നോ വാട്ട് ഈസ് ദെയർ പ്രയോറിറ്റി ആൻഡ് ഗിവ് ദം ഹെൽപ്പ് ഫോർ ദാറ്റ്.
അപ്പോൾ നമ്മളൊരു സാധനം ഞാൻ ഇന്നതൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ അതങ്ങോട്ട് തുടങ്ങുകയാണ് എന്ന് പറയാതെ അവർക്കത് തന്നെയാണോ വേണ്ടത് എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തി തുടങ്ങുന്ന ഒരു മെത്തേഡ്. I made many mistakes and learned. And what is it that I hold to myself? Definitely I made myself more approachable to my children. കാര്യം നമ്മൾ ചിലപ്പോൾ എൻ്റെ ജനറേഷൻ, ഞാൻ ആസ് എ ചൈൽഡ് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് എല്ലാം ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊന്നും ചിലപ്പോൾ നമുക്ക് അത്ര അപ്രോച്ചബിൾ ആയിട്ടുണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് നോക്കിയത്, നിങ്ങൾ എന്തിനാണ് അത് മേടിക്കാൻ പോയത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് വരുമ്പോൾ വി ഡോണ്ട് നോ ഹൗ ടു ആൻസർ. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോൺ ജഡ്ജ്മെൻ്റലി നമ്മുടെ കുട്ടികളെ കേൾക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്താനായിട്ട് ഇത്രയും വർഷങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഫ്രം ദ ഡേ വൺ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഹെൽപ്ഡ് മീ ഇവോൾവ്. എവറി ക്ലയൻറ്റ് ഹാസ് ഹെൽപ്ഡ് മീ പേഴ്സണലി. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ ക്ലയൻറ്റ്സ്. അല്ലാണ്ട് നമുക്കിതെല്ലാം പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല. So actually, therapies have been mutually beneficial. It's not just you are source and you are pouring to a cup. No, it's a very mutually respected, mutually beneficial relationship. That's my take. If you ask me what is it that I hold. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ ദ മോർ യു ഫ്ലോ ദ മോർ യു ക്ലൻസ് എന്നുള്ളതാണ്. ഒരു 9 years ഓഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു ഫീൽഡിലുള്ളത്. ഈ 9 years ഓഫ് എക്സ്പീരിയൻസിൽ നമ്മളൊരു 10 ബുക്ക് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് കിട്ടും നമ്മളൊരു മനുഷ്യനെ പഠിക്കുമ്പോഴും അറിയുമ്പോഴും. അപ്പോൾ ഈ 9 വർഷത്തെ കരിയറിൽ ഓരോ വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ കുറേയും കൂടി പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വായിക്കുമ്പോഴാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഇപ്പം എന്ത് ചെയ്താൽ അത് വേറൊരാൾക്ക് ഹേർട്ടാകും. അപ്പോൾ ആ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മളിൽ തന്നെ വരും. അപ്പോൾ കുറേ ക്യാരക്ടർ ചേഞ്ചസ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലറായിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ് എക്സെപ്റ്റ് ചേഞ്ച്. എല്ലാം മാറിക്കൊണ്ടിരിക്കും. വലിയ പ്രശ്നങ്ങളാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതൊരു പോയിൻ്റ്, ഒരു കാലയളവിൽ ഇതും മാറി വേറൊരു ലോകം അല്ലെങ്കിൽ വേറൊരു ന്യൂ ചാപ്റ്റർ അതിനുണ്ട്. പക്ഷെ ആ ചാപ്റ്ററിലേക്കുള്ള ഒരു ജേർണിയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അത് സന്തോഷത്തിൻ്റെ ആണെങ്കിലും ദുഃഖത്തിൻ്റെ ആണെങ്കിലും അതൊരു വലിയ ഒരു അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ എവറി ഡേ ഇറ്റ്സ് ലേണിംഗ് വൺ ഓർ അനദർ തിങ്. You know, all of you are change makers, and I think the kind of responsibility you carry, and പലപ്പോഴും ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അവരുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും. ഒരു പക്ഷേ ഒരു ലാസ്റ്റ് ഡ്രോ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പോലെ ആ ഒരു പോയിന്റിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക. ഈ വൾണറബിലിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, വൾണറബിലിറ്റി ഒരു വീക്ക്നെസ് അല്ല. വൾണറബിൾ ആയിരിക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നയാൾ എത്ര കറേജിയസ് ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടു ടേക്ക് ദാറ്റ് ഹെൽപ്പ് ദേ ആർ അപ്രോച്ചിങ് വെൻ ദേ ആർ വൾണറബിൾ. അപ്പോൾ പലരും ഇങ്ങനെ ആൾക്കാരെ ചിലപ്പം സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുമ്പോൾ ദേ പുട്ട് ഡൗൺ പീപ്പിൾ, യു ആർ വീക്ക്. ഓക്കെ, വീക്കായിട്ടുള്ളവർക്കാണ് ഇമോഷണൽ പ്രോബ്ലംസ് വരിക. അതൊരു മിത്താണ്. ദാറ്റ് നീഡ്സ് ടു ബി ഡീമിസ്റ്റിഫൈഡ്. ഭാഗം തന്നെയല്ലേ? അബ്സല്യൂട്ട്ലി. ആൻഡ് നമുക്ക് എത്ര റിസോഴ്സസ് ഉണ്ടോ നമ്മൾ അത്രയും ഈ പ്രോബ്ലംസിനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ച് എക്സോസ്റ്റഡ് ആകുമ്പോഴാണ് ഒരാൾ വരുന്നത്. വിച്ച് മീൻസ് ദേ ആർ നോട്ട് വീക്ക്, ദേ ആർ ദ സ്ട്രോങ്ങർ പീപ്പിൾ. അതാണ് വൾണറബിൾ ആയിട്ടും അവർ ഹെൽപ്പ് എടുക്കാൻ വരുന്നത്. അവരുടെ ആ സ്ട്രെങ്ത്തിൻ്റെ ഇൻഡെക്സ് ആണ്. That's a beautiful thought, and I hope you have more strength and more power to make a positive impact in others' lives. Thanks so much for coming, and I really appreciate this, Checha. Ningalku ellarkum therakkana, but you made the time to be on our show. Thanks a lot from all of us. Thank you.